നമ്മൾ അവിടെ അപ്പുറത്തൊരു കൊപ്പക്കായ അതിൻ്റെ കണ്ടിരുന്നില്ലേ ഒരു മരം, അതിന് കായാണ് ചേച്ചി നമുക്ക് വേണ്ടി മുറിക്കണം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൽ നല്ല ചുമപ്പാണെന്ന് പറയണേ. ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. ഈ കർഷകരുടെയും ചേച്ചിയുടെ അധ്വാനാണ് ഇത് കട്ട് ചെയ്യണേ. ഫുൾ ടൈം അവർ പറമ്പിലാണ് രണ്ടുപേരും. പശു, വാഴ അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പറമ്പിൽ കയറി ഇറങ്ങി നടക്കണം. പിന്നെ നമ്മുടെ ഇവിടെ ഒരു കുഞ്ഞു പയ്യനില്ലേ ഈ കൃഷിക്കാരൻ, പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടോ, അവൻ നല്ല കൃഷിക്കാരനാണ്. ഒരു നമുക്ക് അവനൊന്ന് വിളിക്കാം. കുട്ടാ ഇതോ നേരം നീ പങ്ങി കല്ലോ പങ്ങിക്ക് അവിടെ ഇല്ല നീ നമ്മളെ ആശാരിച്ച ഈ കൊച്ചാണ്ടോ, ഇവൻ നല്ലൊരു കൃഷിക്കാരനാണ്. പേരെന്തിനാ? ജോയില്. നല്ല കൃഷി. എന്തൊക്കെയാണ് മോനെ കൃഷിയിലെ ഈ പ്രായത്തില് ഇതിനോട് ഇത്രയ്ക്ക് ഇൻട്രസ്റ്റ്? നമ്മളെ എല്ലാ കാര്യങ്ങളും അവനെ ചെയ്യുന്നു. കൊണ്ട് പറമ്പിൽ കെട്ടുക, പാല് കൊണ്ട് കൊടുക്കുക, എല്ലാ കാര്യങ്ങളും അവൻ ചെയ്യും. ജോയില് അവന് 3-4 പോത്തൊക്കെ ഉണ്ടായി. പെരുന്നാളായിട്ടൊക്കെ കൊടുത്തതാ. അപ്പൊ അവനൊരു ആടിനെ മേടിച്ചിട്ടുണ്ട്. ഒന്നില്ലാണ്ട് പറ്റില്ല. വീട്ടിലില്ലാത്ത കാരണം ഇവിടെ മോനെ ഈ പ്രായത്തിൽ ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിനെ സ്നേഹിക്കാൻ നമുക്ക് ഇതേ ഉള്ളൂ. നമുക്ക് ഈ നമ്മുടെ വീട്ടിൽ എന്തൊക്കെ കൃഷി ചെയ്യണം ആ സംഭവം നമ്മൾ സ്വന്തമായി ഉൽപ്പാദിച്ച് കഴിക്കണില്ലേ, അത് നമ്മുടെ ആരോഗ്യത്തിനല്ല, അസുഖങ്ങളൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഇത് തന്നെ നീ നിന്റെ കൂട്ടുകാർക്ക് പറഞ്ഞു കൊടുത്ത് പ്രചോദനം കൊടുക്കണം കേട്ടോ. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പം നീ നിന്റെ കൂട്ടുകാർക്ക് കൃഷിയെ പറ്റി ബോധവൽക്കരണം ചെയ്ത് കൊടുക്കുക. അവരോട് നമ്മുടെ വീടിൻ്റെ അടുക്കളത്തോട്ടമാണെങ്കിലും ഒരു കൃഷി ചെയ്യാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീടിൻ്റെ അടുക്കളത്തോട്ടം പോലെ ചെറുതായിട്ട് ഉള്ള സ്ഥലത്ത് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു മുറം കിട്ടുള്ളതായിരിക്കും എങ്കിലും നമുക്ക് നല്ല ഭക്ഷണം കഴിച്ചൂടെ? ഇപ്പോഴും ജൈവവളത്ത് കഴിക്കാം. അപ്പൊ മോനെ എന്തൊക്കെ പറയാനുള്ളത്? കൃഷിനെ കുറിച്ച് വല്ലതും പറയാം. പോത്തിനൊക്കെ വിറ്റു. ഇനി ആട് കൃഷി നല്ലതാണ്. ആട് കൃഷി നല്ലതാണ്. അതെ കേൾക്കണണ്ട ഇവര് കറവ പഠിക്കണമെന്നാണ് അവരോട് പറയണേ. കറവ പഠിപ്പിച്ചു കൊടുക്കാൻ ഇന്നത്തെ കാലത്ത് ഏത് കുട്ടികളാ അങ്ങനെ ചോദിക്കുക? അല്ല ഒരു പശുവിനെ മോനെ ഒന്ന് നയിച്ചു കെട്ടാൻ പറഞ്ഞ പോലെ അവര് ചെയ്യില്ല. പക്ഷെ ഇവൻ നീ കൊള്ളാതെ അവിടെ ഇല്ല. കറവ പഠിക്കട്ടെ. നല്ലൊരു കൃഷിക്കാരനുണ്ട് നിന്റെ മനസ്സിലുണ്ടത്. പശുവിനെ കറക്കാൻ കാലത്ത് 7 മണിയാകുമ്പോ വരും. അപ്പൊ അവൻ വരും, ചേട്ടാ എനിക്ക് പഠിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ചേട്ടൻ പറയടാ ഈ പണി ഒരാൾ പഠിക്കണ്ട, നീ പഠിക്കണ്ട, നീ അല്ല അതോടൊപ്പം പഠിപ്പ് വേണോ? നമുക്ക് ജീവിതത്തിൽ പഠിപ്പാണ്. ആള് പറയൂ നീ പഠിച്ച് ജോലി കിട്ടിയിട്ട് ഇതൊക്കെ നമുക്ക് പശുവിനൊക്കെ വളർത്താം, പാമ്പൊക്കെ വളർത്താം. നമുക്കൊരു കടയിൽ പോയിട്ടേ 2 കിലോ പരിപ്പ് അല്ലെങ്കിൽ പയറൊക്കെ മേടിക്കാം. കടയിൽ പോയിട്ട് എനിക്ക് 2 കിലോ പരിപ്പ് വേണമെന്ന് പറഞ്ഞ് കിട്ടോ. അത് പഠിച്ച് തന്നെ നമ്മള് ലക്ഷ്യത്തെത്തണം. പഠിക്കുമ്പോൾ ഒരു ലക്ഷ്യം വേണം കേട്ടോ. എനിക്ക് ഇന്നതാവണമെന്ന്. ചിലപ്പോ കൃഷിക്കാരനാവാനായിരിക്കും നിനക്ക് ആണെങ്കിൽ അങ്ങനെ തന്നെ, അല്ലെങ്കിൽ കൃഷി ഓഫീസർ. അതല്ലേ പറഞ്ഞേ. അപ്പൊ നിനക്ക് നിന്റെ മനസ്സിലുള്ള പോലെ തന്നെ ഈ കൃഷിനെ സ്നേഹിക്കുക ചെയ്യാം, ഈ കൃഷി ഓഫീസർ ആവണ്ട. അത് ഞാൻ എൻ്റെ ഇതിൽ പറയുന്നത്. നിനക്ക് ഏത് ഓഫീസർ ആവണമെങ്കിൽ നിന്റെ സ്വന്തം പ്രയത്നമാണ് കേട്ടോ. നമ്മള് കൃഷി ചേട്ടന കട്ട് ചെയ്ത കപ്പയുടെ തോട് കളയാൻ പോയിക്കാണ്. കട്ട് ചെയ്യുന്നുണ്ടോ? ചുമപ്പുണ്ടോ അതിൻ്റെ? ഉണ്ടോ? എൻ്റെ ഉള്ളൊക്കെ ഒന്ന് കാണും കേട്ടോ. ചുമപ്പ് നിറക്കണ്ട ചേച്ചി. ഇതിൻ്റെ ഒരു പീസ് വേണ്ടി നമ്മുടെ കുഞ്ഞു കർഷകനെ കൊടുത്തേ, അത് കഴിക്കട്ടെ. ഉഷാറായിട്ടിരിക്കുന്നുണ്ട്. എല്ലാത്തിനോടും വലിയ താല്പര്യം. ഇങ്ങനെ ഇന്നത് ചെയ്യില്ല എന്നുള്ളൊരിതില്ല, എന്ത് കാര്യം ചെയ്യും. അവിടെ ചെറുതിലേ തൊട്ട് അവന് ഇവിടെയാ എല്ലാ കാര്യങ്ങളും നമ്മുടെ പിന്നാലെ നടന്ന എല്ലാ കാര്യങ്ങളും. പിന്നെ അപ്പുറത്തെ വീട്ടിലെ കുട്ടികളുണ്ടോ? അയൽവക്കാണ്. അവന്റെ അമ്മാമ്മയുടെ പണിപ്പേര്. അമ്മാമ്മയുടെ കൂടെ ഇങ്ങനെ വന്നു അവനായി. അമ്മാമ്മയൊക്കെ അമ്മ പ്രായമായി. പ്രായമില്ല. നമുക്ക് വേറെ പണിക്കാരനെ കിട്ടിയല്ലോ. പണിക്കാരനുണ്ടല്ലോ. സ്ഥിരമായിട്ട് ഒരു പണിക്കാരുണ്ട്. പുറത്ത്
ഇപ്പൊ പണ്ടെന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് എന്നും കൃഷിയുണ്ട്. പാടത്ത് 3 പൂവ് പറിക്കുന്നത് നെൽകൃഷി. നെൽകൃഷി. അപ്പൊ അതൊന്നുമില്ല. ഒരുപാട് ഇപ്പൊ നമ്മളെ കർഷകനോട് കഴിക്കട്ടെ. പിന്നെ കഴിക്കാം. അതെ, എന്റെ ക്യാമറ ഞങ്ങൾക്ക് ഇത് കഴിച്ചു തരണ്ട. ഇത് കഴിച്ചോട്ടെ. എന്തും മധുര അതാ. ഇതിന്റെ മഞ്ഞ ടൈപ്പ് ഉണ്ട്. നമ്മുടെ ഒരു പച്ചയല്ലേ. ഇതിന്റെ വെറൈറ്റി മഞ്ഞയുണ്ട്. പിന്നെ അതിനുള്ള നല്ല ഇതുണ്ടല്ലോ. പേടിയെന്ന് പറയുന്നത് അതാ കഴിച്ചത്. ഞങ്ങൾക്ക് ഞങ്ങൾ മണ്ണുപ്പിന്ന് വാങ്ങിച്ചതാണ്. മുന്നൂതിന് തൈ വാങ്ങിച്ചാണല്ലേ? ഇതിന് കിലോ 40 രൂപ ഉണ്ട്. മാർക്കറ്റിൽ കിലോ 40 രൂപ വില. കൃഷി കൊണ്ടുകൊടുക്കുന്നത് ചാലക്കുടി കൃഷിഭവൻ. അവരിത് കപ്പ ഉണ്ടാവുക ചെയ്യുമ്പോൾ ചാലക്കുടി കൃഷിഭവനിൽ കൊടുക്കും കേട്ടോ എന്ന് ചേച്ചി പറഞ്ഞു. ഇവിടെ ഒരുവിധ സാധനങ്ങൾ കടയിൽ കൊടുക്കുന്നുണ്ട്. കടകളിലൊക്കെ ഇത്തിരി കുറവാണ്. എൻ്റെ ഉൽപ്പന്നങ്ങൾ കംപ്ലീറ്റ് കൊടുക്കുന്നത് ചാലക്കുടി കൃഷിഭവനിലുണ്ടാവും. അപ്പം നിങ്ങൾ നല്ല നല്ല കായ്ക്കൊലയായാലും എന്തായാലും ചാലക്കുടി പോയി കഴിഞ്ഞാൽ കൃഷിഭവനിൽ പോയാൽ കർഷകൻ്റെ നല്ല ജൈവവളമായിട്ട് എല്ലാ സാധനങ്ങളും കിട്ടുന്നുണ്ടാവും. അതല്ലാതെ നമ്മള് ഒരു സാധനം ഒരു പ്രാവശ്യം കൊണ്ടുവന്നെടുത്താൽ പിന്നെ ആൾക്കാർ കുക്കിങ്ങ എന്നുവെച്ചാൽ കടച്ചക്ക, പയറ്, കൊള്ളി കൊണ്ടുകൊടുക്കും ഞങ്ങൾ. എല്ലാനും ചോദിച്ച് മേടിക്കാന്ന് പറഞ്ഞാൽ കൊണ്ടുകൊടുക്കുമ്പോ റോബസ്റ്റ് കായൊക്കെ ഉണ്ടല്ലോ. നമ്മുടെ ഇതുപോലില്ല. മറ്റേ ഇംഗ്ലീഷ് വളം അങ്ങനെ അതല്ല. കർഷകൻ പറഞ്ഞല്ലോ നമ്മുടെ ചാണകം കമ്പോസ്റ്റ് ഉണ്ടാക്കിയിട്ട് കിട്ടുന്നായിരുന്നു.